അപ്പം നമുക്കൊരു പുതിയ വീഡിയോ ആണിത്. ഞങ്ങൾ നൈജീരിയയിൽ വന്നിട്ട് ഫസ്റ്റ് ഡേ ആണിത്. അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ടൗണിലോട്ട് വന്ന കാഴ്ചയാണ്. ടൗൺ എന്ന് പറയുമ്പം വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട, എത്രയാണ് ഇവിടുത്തെ ടൗണ്. അങ്ങനെ നേരെ മാർക്കറ്റിൽ വന്നു. ഇനി ഫസ്റ്റ് നമുക്ക് ക്യാഷ് കയ്യിൽ വെക്കണം, കാരണം ഇവിടെ ലിക്വിഡ് മണി കയ്യിൽ വെക്കുന്നത് അത്ര സേഫ് അല്ല. സോ നമ്മളിവിടുന്ന് POSന്ന് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഫുഡ് ഐറ്റംസ് വാങ്ങിക്കാനുള്ള ക്യാഷ് നമ്മൾ കയ്യിൽ എല്ലാവരും സ്പ്ലിറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇവിടുത്തെ കറൻസിയുടെ അവസ്ഥ ഭയങ്കര ശോകമാണ്. ഇതിപ്പോൾ ഏകദേശം നാട്ടിലൊരു 8,000-9,000 രൂപ അടുപ്പിച്ച് ഞങ്ങളിപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട്. കൂടുതൽ ഇവിടെ അങ്ങനെ അക്കൗണ്ട് ട്രാൻസ്ഫറിങ് ഒക്കെ കുറവാണ്, ക്യാഷായിട്ട് തന്നെയാണ് എല്ലാവരും വാങ്ങിക്കുന്നത്. സോ അവരുടെ എളുപ്പത്തിനും നമ്മുടെ എളുപ്പത്തിനും വേണ്ടിയിട്ട് ക്യാഷ് മാറി കൈ വെക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ നോട്ടിൻ്റെ അവസ്ഥ. നമ്മുടെ നാട്ടിലെ നോട്ട് മഴ നനഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതേ അവസ്ഥയാണ്. എല്ലാവരും പരുവായിരിക്കുകയാണ്. അങ്ങനെ താണ്ട് ഇപ്പോൾ ഈ പോകുന്നത് ഒരു ക്യാറ്റ് ഫിഷിൻ്റെ മാർക്കറ്റിലോട്ടാണ്. ഇവർ ഇവിടെ ക്യാറ്റ് ഫിഷ് സെയിൽ ചെയ്യുന്നുണ്ട്. നാട്ടിൽ മുഷി എന്ന് പറയും. നമ്മുടെ കേരളത്തിൽ പൊതുവേ അങ്ങനെ കഴിക്കുന്നത് കുറവാണ്. ഇതാണ് ക്യാറ്റ് ഫിഷ്. കണ്ടില്ലേ, സ്കൂളിൽ അസംബ്ലിക്ക് പിള്ളേർ നിരന്ന് നിൽക്കുന്ന കണക്ക് നിർത്തിയേക്കുന്നത്. ഇതുവരെ ചുട്ടെടുത്തിട്ട് ഉണക്കി സൂക്ഷിക്കും, കുറേ കാലങ്ങളോളം കേടാവാതിരിക്കും. സോ ഇതാണ് അവർ ഇത് ചുട്ടെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സെറ്റപ്പ് അവരുടെ. അങ്ങനെ എന്താണ്ടേ കുറേ എണ്ണം ഇതിൽ കറക്റ്റ് അസംബ്ലിക്ക് നിർത്തിയേക്കുക. ഇതാണ് ക്യാറ്റ് ഫിഷ്. ഇത് ജീവനോടുള്ളത്. എന്നെ കണ്ടപ്പോൾ അതിൻ്റെ അനക്കവും തീർന്നു. ഇതാണ് ജീവനോടുള്ള ക്യാറ്റ് ഫിഷ്. ഇത് പലയിടത്തുനിന്ന് വളർത്തി കൊണ്ടുവരുന്നതാണ്. അതുകൊണ്ട് ഇതിനകത്തിട്ടാണ് ഇവർ വളർത്തുന്നത്. അതുകൊണ്ട് എൻ്റെ ഒപ്പനോ സാധാരണ നാട്ടിൽ ഇത്രയൊന്നും ക്യാറ്റ് ഫിഷ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇത് കൊള്ളാം, നല്ല രസമുണ്ട്. അങ്ങനെ വെജിറ്റബിൾ മാർക്കറ്റിലോട്ട് വന്നു. ഇത് ഇവിടുത്തെ വെജിറ്റബിളാണ്, നല്ല ഫ്രഷ് വെജിറ്റബിളാണ്. വലിയ കെമിക്കൽസും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തില്ല. ഇവിടെ അങ്ങനെയുള്ള കാര്യത്തിൽ നല്ല സേഫാണ്. കണ്ടില്ലേ, ഉണക്കമുളകും പിന്നെ ഈ ഓണിയൻസ് സൂക്ഷിച്ച് വാങ്ങില്ല, ഏട്ടിൻ്റെ പണി കിട്ടും. ഇവർ താഴോട്ട് വേസ്റ്റ് വെച്ചിട്ട് കൊള്ളാത്തത് വെച്ചിട്ട് മുകളിൽ നല്ലത് വെക്കും. ബിസിനസ് ആണല്ലോ, ജീവിക്കണ്ടേ. സോ ഞങ്ങൾ അവരെക്കാട്ടിയും വലിയ വില്ലന്മാരായിട്ട് ഞങ്ങളെല്ലാം നോക്കിയെടുക്കത്തുള്ളൂ. ഇത് ഞങ്ങൾ കുറച്ച് മുളകും ക്യാപ്സിക്കും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങിക്കാനായിട്ട് വന്നു. ഇവിടെ കൊച്ചൊരാൾ ഞങ്ങൾ നോക്കി നിൽക്കുന്നുണ്ട് കുറേ നേരമായിട്ട്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഇനി നമുക്ക് ഉണങ്ങിയ തവള, നമ്മുടെ നാട്ടിലെ തവള ഉണക്കിയത്, ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഇത് ഏറ്റവും എരിവുള്ളൊരു മുളകാണിത്. അങ്ങനെ ഞങ്ങൾ അധികം നിന്ന് കറങ്ങുന്നില്ല, കാരണം ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ ഇപ്പോൾ വന്നേക്കുന്നത്. വലിയ ധാരണയൊന്നുമില്ല, ചോദിച്ചും പറഞ്ഞാണ് ഇങ്ങനൊരു മാർക്കറ്റ് ഉണ്ടെന്ന് അറിഞ്ഞത്. അങ്ങനെ ഞങ്ങളതൊക്കെ വാങ്ങിച്ച് തിരിച്ച് പോകാനുള്ള വഴിയാണ് നോക്കുവാണ്. അങ്ങനെ ഇതാണ് ഇവിടുത്തെ മാർക്കറ്റ്. ഇവിടെ ഒരു സ്ഥലത്ത് കുറച്ച് ഏത്തക്കയും അവക്കാഡോ ആയിരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സാധനം കാണുന്നത്. എന്തോ ഫ്രൂട്ടാണെന്ന് തോന്നുന്നു. എന്ത് ഐറ്റംസ് ആർക്കെങ്കിലും അറിയും? ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈം ഇത് കാണുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്നതാണ് ഈ സ്കിന്ന് മൃഗത്തിൻ്റെ. ഇത് പയർ എന്തോ ഐറ്റമാണ്. നമുക്ക് ഈ കുക്കിങ്ങിനെ പറ്റി വലിയ ധാരണയൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്താണെന്നറിയത്തില്ല. എന്തോ ഒരു ടൈപ്പ് പയറൊക്കെയാണ്. അതിൽ കൂടുതലും ഇങ്ങനെയുള്ള പയർ വർഗ്ഗങ്ങളും പിന്നെ റൈസ് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഇവർ കഴിക്കത്തുള്ളൂ. നമ്മുടെ നാട്ടിലെ പോലുള്ള ഫുഡൊന്നുമില്ല. ഇത് ഈത്തപ്പഴം, ഉണക്കി സൂക്ഷിക്കുന്ന ഈത്തപ്പഴം, എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും. ഇത് ഒരു കപ്പിന് ഏകദേശം നാട്ടിലെ 90 രൂപയാണ് അവർ പറയുന്നത്, ആ ചെറിയൊരു സ്റ്റീൽ കപ്പിന്. ഇത് ടൈഗർ നട്ട്. ഇത് സൂപ്പർ സാധനമാണ്. ഞാൻ കഴിച്ചിട്ടുണ്ട്, 2 ദിവസം മുമ്പ് ഞാൻ അത് കഴിച്ചായിരുന്നു. അടിപൊളി ടേസ്റ്റാണ്. അത് ടൈഗർ നട്ട് ഉണക്കി വെച്ചേക്കുന്നതാണത്. അങ്ങനെ വേറൊരു കടയിലോട്ട് വന്നു ഞങ്ങൾ. അവിടുത്തെ റേറ്റ് കാരണം അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് വാങ്ങിച്ചു. അതിൻ്റെ താഴെ ഇരിക്കുന്നതാണ് ടൈഗർ നട്ട്സ്. ഈ ഇരിക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. അങ്ങനെ സൂപ്പർ മാർക്കറ്റിലോട്ട് പോകുന്ന കാഴ്ച മൊത്തം പ്ലാസ്റ്റിക്കാണ്, ഫുള്ള് പ്ലാസ്റ്റിക്കാണ് ഇവിടെ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. നേരെ ഇനി സൂപ്പർ മാർക്കറ്റിലോട്ട് പോകണം. അങ്ങനെ ഞങ്ങൾ കാറിലോട്ട് കയറി പോകാൻ പോവാണ്. അങ്ങനെ ഇവിടുത്തെ പാവങ്ങളുടെ ലുലു മാളാണിത്. അങ്ങനെ ഇങ്ങോട്ട് വന്നേക്കുവാണ്. ഇവിടെ വന്നിട്ട് കുറച്ച് കുക്കിങ്ങിന് വേണ്ടിയിട്ടായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. എനിക്കൊരു ഓട്സ് വാങ്ങിക്കണം. അങ്ങനെ ഓട്സ് വാങ്ങിക്കാനുള്ള പരിപാടിയിൽ വന്നത്.
അപ്പോൾ ഇങ്ങനെ ഒരു ഐറ്റം കണ്ടു, ഇത് ഒന്ന് വാങ്ങിച്ച് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ അതെടുത്ത ശേഷം അടുത്ത സ്ഥലത്തോട്ട് പോകാം. ഇനി ഇവിടെ വന്നപ്പോൾ ഇവിടെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. കോൺഫ്ലെക്സ് ഞാണ്ടേ, ഇത് കുറേ ഫുഡ് ഐറ്റംസൊക്കെയാണ്. ഇത് മറ്റേ ഫിഷ് മീൻ ക്യാനിനകത്ത് തന്നത്, പക്ഷെ കൊള്ളാം സാധനം. ഞങ്ങളൊരു തവണ യൂസ് ചെയ്തായിരുന്നു 2 ദിവസം മുമ്പ്. അതേപോലെ ഇതൊക്കെ എന്തൊക്കെയാണോ എന്തോ, ഇത് ബീഫ് എന്തോ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ട ഡ്രൈ ഫിഷ്, അതായത് ക്യാറ്റ് ഫിഷ് ഇവിടെ സെയിലിന് വെച്ചേക്കുന്നു. അവിടുന്ന് ചുട്ടെടുത്ത് കൊണ്ടുവരുന്ന ഇത് എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതിരിക്കുള്ളൂ. അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ കറങ്ങി തിരിഞ്ഞ് കറക്റ്റ് സ്ഥലത്ത് തന്നെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ നാട്ടിലെ മാജിക് മൊമെൻ്റൊക്കെ അതായിരിക്കുന്നു. കൊള്ളാലോ. അപ്പോൾ ഇതൊക്കെയാണ് നൈജീരിയയിലെ വിശേഷം. അപ്പം അടുത്തൊരു പുതിയ നൈജീരിയയിലെ വെറൈറ്റി കാഴ്ചകളായിട്ട് വരുന്നവരെ താങ്ക് യു സോ മച്ച്. ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.